ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഇംഗ്ലീഷ് മീഡിയം പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞ 2ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 24 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കൂ. ഡു ദ ഫോളോയിങ് പ്രോബ്ലംസ് മെൻ്റലി. റൈറ്റ് ഈച്ച് ആസ് ഹൗ മെനി ടൈംസ് ആൻഡ് ആൾസോ ആസ് എ പ്രോഡക്റ്റ്. അതായത് അത് നമ്മൾ മനക്കണക്കായിട്ട് ചെയ്യുക, എന്നിട്ട് എങ്ങനെ എഴുതേണ്ടത്, മടങ്ങുകളായിട്ടും എഴുതണം, പിന്നെ അതിൻ്റെ ഗുണനക്രിയ രീതിയിൽ അങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Each piece of a pumpkin weighs a quarter kilogram. What is the weight of the 2 pieces together? What is the weight of the 4 such pieces? പിന്നെ 6 pieces എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 1/4 കിലോഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം പംകിന്, അതിൻ്റെ ആകെ ഭാരം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 4 കഷ്ണമാണെങ്കിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ 6 കഷ്ണമാണെങ്കിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, നമ്മുടെ അത് മനക്കണക്കായിട്ടാണ് ആദ്യം ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, 1/4 കിലോഗ്രാം വീതം, അതായത് ക്വാർട്ടർ, 2 ക്വാർട്ടർ കൂടിയാൽ എത്രയാണ്? ഒരു ഹാഫ് ആയില്ലേ. അപ്പോൾ ഫസ്റ്റത്തേന് ഹാഫ് എന്നാണ്. ഇനി അങ്ങനത്തെ 4 കഷ്ണമാണെങ്കിലോ, 4 പീസ് ഉണ്ടെങ്കിൽ എത്രയായിരിക്കും? അപ്പോൾ അത് 1 കിലോഗ്രാം ആവും. 4 പിന്നെ എന്താണ് ക്വാർട്ടർ കൂടുമ്പോൾ എന്താവും? 1 kg ആവും. പിന്നെ 6 കഷ്ണമാണെങ്കിലോ 1ക്ക് വീണ്ടും ഒരു പിന്നെ ഹാഫും കൂടെ കൂടുകയല്ലേ. അപ്പോൾ 1 + ഹാഫും കൂടെ അല്ലേ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് എഴുതി നോക്കാം അല്ലേ. നോക്കൂ, ആദ്യം നമുക്ക് എത്ര ടൈംസ് ആയിട്ട് അങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആസ് എ പ്രോഡക്റ്റ് അങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, നമുക്ക് ആദ്യം 2 × 1/4 ഈസ് എത്രയാണ്? 1/2 എന്ന് എഴുതാം അല്ലേ. അതുപോലെ 2 × 1/4 എന്ന് പറഞ്ഞാലോ അതും 1/2 ആണ്. നമുക്ക് മനസ്സിലായില്ലേ എന്താണ്? 2 കഷ്ണം പിന്നെ 1/4 കിലോ വീതമുള്ള 2 കഷ്ണം മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എത്രയുള്ളത്? 1/2 കിലോനായില്ലേ. ഒരൊറ്റ മത്തങ്ങനെ 4ആയിട്ട് കഷ്ണിച്ച് കഴിഞ്ഞിട്ട് അതിലത്തെ 2 കഷ്ണം എടുത്ത് കഴിഞ്ഞാൽ എത്രയാണത്? അത് 1/2 കിലോ ആണ്. അതായത് 1/4 കിലോ വീതമാണ് ഓരോന്നും ഉണ്ടാവുക. അത് 2 എടുക്കുമ്പോൾ അത് 1/2 കിലോ ആവും. ഇനി 1/4 കിലോ വീതമുള്ള 4 കഷ്ണമാണെങ്കിലോ അത് 1 കിലോ ആണ് അല്ലേ. അപ്പോൾ എന്തായി? 4 × 1/4 ഈസ് 1 kg എന്ന് എഴുതാം. അതുപോലെ 4 × 1/4 ഈസ് 1 kg എന്നും എഴുതാം. ഇനി 6 പീസ് ഉണ്ടെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. 6 പീസ് ആണെങ്കിലോ 4 പീസ് ആകുമ്പോൾ തന്നെ അത് 1 kg ആയി. പിന്നെ 2 പീസ് എന്ന് പറയുന്നത് ½ kg ആണ്. അപ്പോൾ 6 പീസ് ആകുമ്പോഴോ 1 ഉണ്ടാവും, പിന്നെ ഒരു ഹാഫും ഉണ്ടാവും. അതായത് 1.5 കിലോ ഉണ്ടാവും അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? 6 × 1/4 ഈസ് 1.5 kg. പിന്നെ 6 × 1/4 ഈസ് ഈക്വൽ ടു 1/2 kg എന്നും എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. We can fill a cup with 1/3 of a liter of milk. How much milk is needed to fill 2 cups? 4 cups. അതായത് ഒരു കപ്പിൽ പിന്നെ 1/3 ലിറ്റർ പാല് നിറയ്ക്കാം. 2 കപ്പിൽ ആകെ എത്ര ലിറ്റർ നിറയ്ക്കാം? അതുപോലെ 4 കപ്പിലാണെങ്കിലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം? നോക്കൂ, 1 ലിറ്ററിന് 1/3 ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനത്തെ 2 ഉണ്ടെങ്കിൽ എത്ര ആവും? 3/2 അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? 2 × 1/3 ഈസ് 2/3 ലിറ്റർ എന്ന് എഴുതാം. അതായത് 1 ലിറ്ററിന് 3 ഭാഗമാക്കിയിട്ട് 2 ഭാഗം. അപ്പോൾ പിന്നെ പ്രോഡക്റ്റിൻ്റെ രീതിയിൽ എഴുതുമ്പോൾ 2 × 1/3 ഈസ് ഈക്വൽ ടു 2/3 ലിറ്റർ എന്ന് എഴുതാൻ പറ്റും. ഇനി അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അല്ലേ. 4 കപ്സ് ആണെങ്കിലോ എന്നുള്ളത്. അപ്പോൾ നോക്കൂ, 4 കപ്സ് ആണെങ്കിൽ എത്രയായിരിക്കും? 3 കപ്പ് ആവുന്നതോട് കൂടി തന്നെ അത് 1 ലിറ്റർ ആയില്ലേ. 3 കപ്പ് 1 ലിറ്ററിൻ്റെ 1/3 ഭാഗം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ 3 കപ്പ് കിട്ടിയാൽ തന്നെ അതെന്തായി? 1 ലിറ്ററായി. പിന്നെ 1 കപ്പും കൂടെ ബാക്കിയുണ്ട്. അതെത്രയാണ്? 3/1 അല്ലേ. അപ്പോൾ 1/3 എന്ന് എഴുതാൻ പറ്റും. 1/3 ലിറ്റർ എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? 4 × 1/3 ഈസ് 1/3 ലിറ്റർ ഇസ് ഈക്വൽ ടു 4 × 1/3. അതായത് പ്രൊഡക്റ്റിൻ്റെ രൂപത്തിൽ എഴുതുമ്പോൾ 4 × 1/3 ഈസ് ഈക്വൽ ടു 1/3 ലിറ്റർ എന്ന് എഴുതാം. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസസ് ഓഫ് റിബൺസ്? ഈച്ച് ഓഫ് ലെങ്ത് 3/4 ഓഫ് 1 മീറ്റർ. വാട്ട് അബൌട്ട് 5 പീസസ്? അതായത് 3/4 മീറ്റർ വീതം നീളമുള്ള 4 കഷ്ണം റിബൺ ഉണ്ട്. അതിൻ്റെ ആകെ നീളം എത്ര മീറ്റർ ആണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ 5 കഷ്ണമാണെങ്കിൽ എത്ര മീറ്റർ നീളമുണ്ടെന്നും കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, നമ്മളത് മനക്കണക്കായിട്ട് തന്നെ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. 3/4 മീറ്ററുള്ള നാട, അങ്ങനത്തെ 3/4 മീറ്ററുള്ള റിബണ്, അങ്ങനത്തെ 4 കഷ്ണം. 2 കഷ്ണം ആയാൽ തന്നെ എത്രയായി? 2 3/4 ആകുമ്പോൾ എത്രയായി? 1.5 ആയി അല്ലേ. അപ്പോൾ 4 ആകുമ്പോഴോ 1.5 കൂടെ 3 ആവൂലേ. അപ്പോൾ 4 × 3/4 ഈസ് എത്രയാണ്? 3 മീറ്റേഴ്സ് ആണ്. അതെങ്ങനെ പ്രോഡക്റ്റിൻ്റെ രൂപത്തിൽ എഴുതുമ്പോൾ 4 × 3/4 ഈസ് ഈക്വൽ ടു 3 മീറ്റർ എന്ന് എഴുതാം.
ഇനി അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. വാട്ട് അബൌട്ട് 5 പീസസ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. 5 പീസാണെങ്കിൽ 4 പീസാണെങ്കിൽ 3 മീറ്ററാണ്. 5 പീസാണെങ്കിലോ അതിക്ക് ഒരു മുക്കാലും കൂടെ കൂടും അല്ലേ, 3/4 മീറ്ററും കൂടെ കൂടും. അപ്പോൾ എങ്ങനെ എഴുതാം? 5 times 3/4 ഈസ് 3/4 മീറ്റർ എന്ന് എഴുതാൻ പറ്റൂ അല്ലേ. അതായത് 5 ഇൻറ്റു പിന്നെ 5 ഇൻറ്റു 3/4 ഇസ് ഈക്വൽ ടു 3/4 മീറ്ററിനാണ് നമ്മൾ എഴുതേണ്ടത്. ഈ പേജിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ടേക്സ് 1/4 hours ടു വാക്ക് അറൗണ്ട് എ പ്ലേ ഗ്രൗണ്ട് വൺസ്. അതായത് പിന്നെ ഒരു ഗ്രൗണ്ടിനെ ചുറ്റും നടക്കാൻ വേണ്ടിയിട്ട് 1/4 മണിക്കൂർ സമയമാണ് വേണ്ടത്. അതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ടു വാക്ക് 4 times അറൗണ്ട് അറ്റ് ദി സ്പീഡ്. അതായത് അതേ ഒരു സ്പീഡിൽ 4 പ്രാവശ്യം നടക്കാൻ എത്ര സമയം വേണം ചോദിക്കുന്നുണ്ട്. പിന്നെ വാട്ട് അബൌട്ട് 7 times 7 പ്രാവശ്യം നടക്കാനാണെങ്കിലോ ഒന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഒരു ഗ്രൗണ്ടിൻ്റെ ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ 1/4 മണിക്കൂറാണെങ്കിൽ 4 പ്രാവശ്യം നടക്കാൻ എത്ര സമയം വേണം? 1 മണിക്കൂർ വേണം അല്ലേ. ഒരു പ്രാവശ്യം കൊണ്ട് 1/4 മണിക്കൂറാണ്, പിന്നെ 1/4 മണിക്കൂർ കൊണ്ടാണ് ഒരു പ്രാവശ്യം നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ 4 പ്രാവശ്യം നടക്കുമ്പോഴേക്കും അത് എത്രയായി? 1 മണിക്കൂറായി. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? 4 times 1/4 ഈസ് 1 hour എന്ന് എഴുതാം. അതുപോലെ 4 ഇൻറ്റു 1/4 ഇസ് ഈക്വൽ ടു 1 hour എന്നും എഴുതാം അല്ലേ. ഇനി അതിൽ തന്നെ ഒരു ചോദ്യം കൂടിയുണ്ട്. എന്താണ്? വാട്ട് അബൌട്ട് 7 times എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 7 പ്രാവശ്യമാണെങ്കിൽ എത്രയായിരിക്കും ഉണ്ടാവുക? അപ്പോൾ നോക്കൂ, 4 പ്രാവശ്യം ആകുമ്പോൾ 1 ഹവറായി. പിന്നെ ഒരു 3 പ്രാവശ്യം കൂടെ വേണം അല്ലേ. 7 പ്രാവശ്യമല്ലേ പറഞ്ഞത്, അപ്പോൾ പിന്നെ ഒരു 3 പ്രാവശ്യം കൂടെ വേണം. അപ്പോൾ 3 പ്രാവശ്യമാണെങ്കിൽ എത്രയായിരിക്കും? 3/4 കൂടി അല്ലേ. 3 പ്രാവശ്യം 1/4 മണിക്കൂർ വീതം നടന്നാൽ എത്രയായി? 3/4 മണിക്കൂറായി. അപ്പോൾ 1 മണിക്കൂറും പിന്നെ ഒരു 3/4 മണിക്കൂറും കൂടി വേണം 7 പ്രാവശ്യം നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 7 times 1/4 ഇസ് ഈക്വൽ ടു 3/4 അവർ എന്ന് എഴുതാം അല്ലേ. 1 പിന്നെ 3/4 മണിക്കൂർ, അപ്പോൾ 1/3 മണിക്കൂർ. പിന്നെ 7 ഇൻറ്റു 1/4 എന്ന് പറഞ്ഞാലോ 3/4 അവർ എന്നും എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.